ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളൻ ത്രെഡ് വെച്ചിട്ട് തന്നെ ഒരു വെറൈറ്റി മോഡലാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകണത് കേട്ടോ. അപ്പോൾ വെറൈറ്റി ഒന്നല്ല, ആക്ച്വലി എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ കുറച്ച് പേരൊക്കെ ഫോം ഷീറ്റിലാണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വേറെ മോഡലിലൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉള്ളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എത്ര തിക്നെസ്സിൽ വേണം ആ ഒരു തിക്നെസ്സിൽ ഞങ്ങൾക്ക് ഈ ഒരു നൂല് വന്നിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഈ മുടിയൊക്കെ പിന്നുമല്ലോ, ആ ഒരു മുടി പിന്നണ പോലെ പിന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് എടുക്കണത്. ഓക്കെ, അപ്പോൾ മൊത്തം ഞാൻ 6 ഇഴയായിട്ടാണ് എടുക്കണത് കേട്ടോ. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ എടുക്കുക. എത്രത്തോളം തിക്നെസ് കൂടുന്നു അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഭംഗി എത്രത്തോളം കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ പറ്റില്ല. അപ്പോൾ നല്ല ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ലെങ്ത്തല്ല, കട്ടി കുറച്ചിട്ട് പിന്നിയാലാണ് കുറച്ച് നന്നായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഇപ്പോൾ 6 ഇഴ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരറ്റം കട്ട് ചെയ്ത് കളയുക. 6 ഇഴ എടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഒരറ്റം നമ്മളിങ്ങനെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ബിക്കോസ് നമ്മളത് പിന്നുന്ന സമയത്തില്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് അഴിഞ്ഞു വരില്ലേ. അപ്പോൾ അഴിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരറ്റം വന്നിട്ട് നോർമലി നമ്മൾ എങ്ങനെയാണോ കെട്ടിടുക ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നൂലും കൊണ്ട് ചുറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യില്ല. ഇല്ലെങ്കിൽ ടൈറ്റുള്ളൊരു ക്ലിപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ എവിടെയെങ്കിലും ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഞാൻ റൈറ്റിംഗ് പാഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ജനലിൻ്റെ കമ്പിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ റൈറ്റിംഗ് പാഡിൻ്റെ അവിടെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിന് നമ്മുടെ ഈ അറ്റം ഉണ്ടല്ലോ, ഈ ഒരു അറ്റം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നോർമലി എങ്ങനെ നമ്മൾ എല്ലാം സിംഗിൾ ഇഴയെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒപ്പമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒപ്പമായിട്ട് കട്ട് ചെയ്താലും പിന്നെ കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസോർഡർ ആയിട്ടിരിക്കും. കറക്റ്റായിട്ട് ഓർഡറായിട്ട് ആ ഒരു ഇഴ കിട്ടണമെന്നൊന്നുമില്ല എൻ്റെ വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണോ ഇപ്പോൾ നോർമലി പിന്നാനാണ് നമ്മൾ പോണത്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഞങ്ങൾ നൂലെടുത്തിട്ട് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ മുടി പിന്നണ പോലെ തന്നെ പിന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 3 ഇഴ എടുത്തിട്ട് പിന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും പിന്നാനൊക്കെ അറിയുമല്ലോ. അപ്പോൾ പിന്നെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ട് മനസ്സിലാക്കിക്കോളൂ, മനസ്സിലാവുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ ഇതെങ്ങനെ പിന്നി കൊടുക്കുക കേട്ടോ. പിന്നി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു കളർ തന്നെ എടുക്കണം എന്നില്ല, നിങ്ങൾക്ക് വേറെ ഏത് കളർ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നി പകുതി ആയിട്ടിട്ട് ഇനി നമ്മളിത് ഫുള്ളായിട്ട് നമുക്ക് പിന്നി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ പിന്നെ ആക്ച്വലി നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ജനലിൽ വെച്ചിട്ട് എവിടെ വെച്ചിട്ട് ചെയ്യണമെങ്കിലും കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഈ ഒരു ഉള്ളൻ ത്രെഡ് വന്നിട്ട് കുറച്ചിങ്ങനെ വലിയ പോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. ഞാനാണെങ്കിൽ അത്യാവശ്യം കുറച്ച് നല്ല ലെങ്ത്തിൽ തന്നെ എടുത്തിട്ടുമുണ്ട്. അത് കാരണം കുറച്ച് സമയം എടുത്തു ഞാനിത് പിന്നെ തിരിഞ്ഞു മറിഞ്ഞൊന്നും പോകാതെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പിന്നെ വരണം. നമ്മൾ ഈ വലിച്ചു പിടിച്ച് ഈ പിന്നുന്ന സമയത്ത് തിരിയാനും മറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ഡിസൈൻ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച നീറ്റ്നെസ്സിൽ കിട്ടില്ല. ഇനി നമ്മളിതാ പിന്നെ കഴിഞ്ഞിട്ട് ആ എൻഡിൽ വന്നിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വേറെ ഗമ്മ് ഫെവിക്കോളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. പക്ഷെ അപ്പം തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഗ്ലൂ ഗൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗണ്ണ് കൊടുത്തത്. അപ്പോൾ ഈ ആയിട്ട് നമ്മൾ സെക്യൂർ ചെയ്ത് എടുത്തിട്ടുണ്ട്, ഒട്ടിച്ചിട്ട് കേട്ടോ. ഇനി നമ്മൾ ഫോം ഷീറ്റാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ ആക്ച്വലി ഫെൽറ്റ് ഷീറ്റ് എടുക്കുക കേട്ടോ, ഫോം ഷീറ്റ് എടുക്കരുത്. ഫോം ഷീറ്റ് ഭയങ്കര കട്ടിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു നീറ്റ്നെസ് മേ ബി ചിലപ്പോൾ ഫീൽ ചെയ്യില്ല. അപ്പോൾ അത് കാരണം ഞങ്ങളൊരു ഫെൽറ്റ് ഷീറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ ഈ കളർ ഇല്ലാത്ത കാരണമാണ് ഞാൻ ഫോം ഷീറ്റ് എടുത്തത്. അപ്പോൾ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഫെൽറ്റ് ഷീറ്റാണെന്നുണ്ടെങ്കിലും എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഈ ജിമിക്കിയൊക്കെ മേക്ക് ചെയ്യണതിൻ്റെ ബേസ് ഉണ്ടല്ലോ, അതാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ക്യാപ്പിൻ്റെ പകരം അല്ലെങ്കിൽ ഈ ഒരു ബേസിൻ്റെ പകരം നിങ്ങൾക്ക് കുപ്പീൻ്റെ മൂടി ഉണ്ടല്ലോ, ആ മൂടി എടുക്കാവുന്നതാണ് കേട്ടോ. മൂടി വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത്. ഓക്കെ ആയതിന് ശേഷമാണ് ഇത് ചെയ്തത്. അപ്പം മൂടിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഈ ഒരു ജിംക്കിൻ്റെ ഈ ഒരു ബേസ് ആണെങ്കിൽ ഓക്കെ. ബേസ് എല്ലാവരുടെയും ഉണ്ടാവില്ലല്ലോ, പക്ഷേ കുപ്പീൻ്റെ അടപ്പാകുമ്പോൾ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവും. അപ്പം ഇത് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആ ഒരു ജിംക്കിൻ്റെ ബേസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് ഞങ്ങൾക്ക് ഈ 8000 ഇല്ലെങ്കിൽ ഫെവി ബോണ്ടോ യൂസ് ചെയ്യാവുന്നതാണ്. ഫെവി ബോണ്ട് യൂസ് ചെയ്യുന്നതാണ്. മറ്റേ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു ഗം ഉണ്ടല്ലോ, അത് ഓക്കെ. പെട്ടെന്ന് നമുക്ക് ഏതാണ് ഒട്ടി കിട്ടുന്നത്, അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഏതാണ് ഒട്ടുന്നത് ആ ഒരു ഗം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ.
നമ്മളത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇതിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ സർക്കിളായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു നമ്മൾ കട്ട് ചെയ്ത ആ ഒരു വശം കാണണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉള്ളിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യണ പോലെ ചെയ്തിട്ട് നമുക്ക് മേലെ എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു ആക്ച്വലി ആ ഹോൾ കാണില്ല, പക്ഷെ നമുക്ക് ആ ഒരു സെൻറ്ററിൽ എന്തെങ്കിലും ഒരു ഡിസൈനൊക്കെ വെച്ചിട്ട് കവർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ ഫുള്ള് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് ഫുള്ള് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ജിമിക്കിൻ്റെ ബേസ് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയണേ, നിങ്ങൾക്ക് മറ്റേ കുപ്പീൻ്റെ അടപ്പുണ്ടല്ലോ അതൊക്കെ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ചൊങ്ങനെ കൂർപ്പിച്ച് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ബേസ് എടുത്തത്. അതാണെന്നുണ്ടെങ്കിൽ മുകൾ വശം ഇങ്ങനെ എന്താ ഫ്ലാറ്റായിട്ട് പോകുമല്ലോ, അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാൻ മുമ്പ് ചെയ്ത് 2 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ ഒന്നും ഞാൻ എടുത്ത് വെച്ചില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഞാനത് എവിടെ ഇട്ടിരിക്കണമെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് ജിംകി ബേസിൻ്റെ മേലേക്ക് നമ്മൾ ഈ മുടി പിന്നിയെ പോലെ ആ ത്രെഡ് ഫുള്ള് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെയും അതുപോലെ തന്നെ നമ്മൾ ഫോം ഷീറ്റിൽ ഇത് കവർ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ പകരം ഈ ഒരു സെയിം കളറല്ലാതെ നിങ്ങൾക്ക് വേറെ വല്ല കളറ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, അപ്പോൾ നമ്മളത് ആ ബേസ് ഫുള്ളും ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഈ ഫോം ഷീറ്റിലേക്ക് തൊട്ടിച്ചു കൊടുക്കാനാണ് പോണത്. ഇപ്പോൾ എല്ലാവർക്കും ചെറിയൊരു കത്തൽ വന്നിട്ടുണ്ടാവില്ലേ എന്താ ഉണ്ടാക്കാൻ പോണത് എന്ന്. നമ്മളൊരു കുഞ്ഞ് ക്യാപ്പ് ഹെയർ ക്ലിപ്പാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഒരു കാലത്ത് ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ആക്ച്വലി ഇപ്പോഴും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ മോള് കണ്ടു കഴിഞ്ഞാൽ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് വായിച്ചു പിടിക്കാറുണ്ട് 2 പേരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ശരി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി കൊടുത്തപ്പോൾ 2 പേർക്കും ഇഷ്ടമായിട്ടോ. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത് പാളിപ്പോയി, ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ ചെറിയ ഫിനിഷിങ് ഇഷ്യൂയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞാൻ 2 പേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 പേർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ നമുക്കിതൊരു വീഡിയോ ചെയ്യാം ഇത് ഉണ്ടാക്കണത് എന്ന്. കണ്ടോ, ഇതുപോലെ നമ്മൾ ഫോം ഷീറ്റിലും വെച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ക്യാപ്പിൻ്റെ എത്ര വലിപ്പം വേണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ഞാൻ എന്തായാലും ഇത് ചുറ്റി കഴിഞ്ഞിട്ട് എന്തായാലും ത്രെഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഫോം ഷീറ്റ് കട്ട് ചെയ്യാതിരുന്നത്. ഭയങ്കര വലുപ്പമായാലും വൃത്തികേടാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ആ ഒരു ബേസ് ഉണ്ടല്ലോ, ആ ഒരു ക്യാപ്പ് ആ ഒരു മുകളിൽ നിൽക്കുന്ന ആ ഒരു ബേസ് വന്നിട്ട് കുഞ്ഞതല്ലേ. അപ്പോൾ ഒരുപാട് വലുപ്പമായാലും ഭംഗി ഉണ്ടാവില്ല, ചെറിയൊരു വലുപ്പമായാലും ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ആക്ച്വലി അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് വലിയ ക്യാപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ അടപ്പ് വെച്ചിട്ടൊക്കെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഡിസൈനിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഈ ഒരു വലുപ്പമാണ് ഇതിന് നന്നായിരിക്കുക. സീരിയസ്ലി ഈ ഒരു വലുപ്പമാണ് നന്നായിട്ടുണ്ടാവുക. വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് വലിപ്പം കൂട്ടിയ പോലെ തോന്നി. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തിപ്പെട്ടില്ല. പക്ഷേ ഈ വലിപ്പം ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞങ്ങൾക്ക് ബാലൻസ് വരുന്ന പീസ് വന്നിട്ട് കട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അതാ കണ്ടോ, ഇത്ര വലിപ്പത്തിൽ നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ ഞാൻ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫോം ഷീറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ക്യാപ്പിൻ്റെ ആ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സോറി കേട്ടോ, എനിക്ക് എപ്പോഴും എന്താ പറയുക, ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഉറക്കം വരും. ഉറക്കം വരാൻ മീൻസ് കോട്ടായി വരും. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കുന്നത്, അറിയില്ല, എൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ബാലൻസ് തന്നെ ഫോം ഷീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ത്രെഡിൻ്റെ എൻഡ് വശം നമുക്ക് ബാക്കിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കട്ടെ. ഫെൽറ്റ് ഷീറ്റാണ് കുറച്ചുകൂടെ നല്ലത് ഫെൽറ്റ് ഷീറ്റാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഫെൽറ്റ് ഷീറ്റിൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിലേക്ക് നന്നായിട്ട് ഒട്ടിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് കവർ ചെയ്യണം. ഫെൽറ്റ് ഷീറ്റ് ആകുമ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഫോം ഷീറ്റ് ഭയങ്കര കട്ടി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഫെൽറ്റ് ഷീറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല കട്ടി കുറഞ്ഞൊരു മെറ്റീരിയൽ ബേസായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾക്ക് ആ ക്യാപ്പിൻ്റെ അവിടെ ഞങ്ങൾ കണ്ടിട്ടില്ലേ, ക്യാപ്പിൻ്റെ അവിടെ എപ്പോഴും ഒരു കെട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട്
ഞാനിവിടെ സ്റ്റോൺ എടുത്തു, പക്ഷേ അത്ര നന്നായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഹോളിൻ്റെ അവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാമെന്ന്. വേറെ എന്തെങ്കിലും കളർ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഞാനിപ്പോൾ ഒരു ബ്ലൂ കളർ സ്വീക്കൻസ് ആണ് കൊടുത്തത്. കണ്ടോ, ഇതുപോലെ നമ്മൾ സ്റ്റോൺ വെക്കാനാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ നമ്മുടെ ക്യാപ്പിന് കുറച്ച് വലിപ്പം കൂടിയത് കാരണം ഈ ഒരു സ്റ്റോൺ വെച്ച് അത്രയ്ക്ക് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, നമുക്ക് ത്രെഡും കൊണ്ട് തന്നെ കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മാച്ചായിട്ട് ഞങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ യെല്ലോ കളറാണ് എടുക്കുന്നത്. യെല്ലോ കളർ എടുത്തതിന് ശേഷം നമുക്കത് 2 അഴിയായിട്ട് എടുക്കാം കേട്ടോ. ചെറിയൊരു പീസ് മതി, നമുക്ക് ജസ്റ്റ് ആ ഒരു ഭാഗം കെട്ടിക്കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച് നോക്കുക, എത്ര ഇതിലേക്ക് വെക്കണം എന്നൊക്കെ ആദ്യം ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. എത്ര ഇറക്കത്തിൽ വെക്കണം, കയറ്റി വെക്കണം എന്നൊക്കെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചിട്ട് വെച്ച് കൊടുക്കട്ടെ, അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. തിരിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലെയിനായിട്ട് കെട്ടിക്കൊടുക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. അപ്പോൾ തിരിച്ചിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എവിടെ വെക്കണം, എത്ര ഇറക്കത്തിൽ വെക്കണം എന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്ലൂ ഗൺ തന്നെ അപ്ലൈ ചെയ്യുക. വേറെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ തിരിച്ചിട്ട് ഞാൻ ആ ഗം അപ്ലൈ ചെയ്ത ആ ഒരു ഭാഗത്തിലേക്ക് നമ്മുടെ ത്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഫുള്ളും വേണമെങ്കിൽ ഗം അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ത്രെഡ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് സൈഡ് മാത്രം, അതായത് 2 സൈഡും കുറച്ച് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ത്രെഡ് നന്നായിട്ട് അടിയിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് മീൻസ് നന്നായി താത്തി കൊടുത്തതിന് ശേഷം കെട്ടി കൊടുക്കുകയാണ് ചെയ്യണത്. ഓക്കെ, നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടുക. ഇതാകുമ്പോൾ ഇപ്പോൾ ഗം അപ്ലൈ ചെയ്താലും തന്നെ ആ ത്രെഡ് വിട്ട് വരില്ല. ഗം അപ്ലൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കെട്ടാൻ കിട്ടില്ല കേട്ടോ. അതിങ്ങനെ മേലേക്ക് പൊന്തി വരും ത്രെഡ്. അതുകൊണ്ടാണ് ഞാൻ ഗം അപ്ലൈ ചെയ്തിട്ട് ത്രെഡ് ഒട്ടിച്ചതിന് ശേഷം കെട്ടാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ കണ്ടത് ഇതുപോലെ നമ്മൾ കെട്ടിക്കൊടുക്കുക, നന്നായി ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. ഇപ്പോൾ ഈ കെട്ടിട്ട് അവിടെ നിങ്ങൾക്ക് ഗം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗം അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. ഇനി അതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒന്ന് എന്താ പറയുക, ഒരു ബോയിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ നമ്മൾ 2 സൈഡും ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി ഇപ്പോൾ ഓരോ ഇഴ വെച്ചിട്ട്, ഇപ്പോൾ നമ്മൾ 2 ഇഴ വെച്ചിട്ടാണ് ഈ ഒരു ബ്ലൂ കളർ ത്രെഡ് വന്നിട്ട് സ്റ്റിച്ച് ചെയ്തത്. അതല്ലാതെ നിങ്ങൾക്ക് ഓരോ ഇഴ വെച്ചിട്ട് തുന്നി കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഈ ഒരു യെല്ലോ ത്രെഡിൻ്റെ അവിടെ യെല്ലോ ത്രെഡിന് പകരം ഒട്ടിച്ചു കൊടുത്താൽ നന്നായി ഉണ്ടാവും. അതായത് സിംഗിൾ ഇഴ വെച്ചിട്ട് പിന്നിട്ട് യെല്ലോ ത്രെഡ് ഇങ്ങനെ വെറുതെ ചുറ്റണതിൻ്റെ പകരം ഇതാക്കിയാലും നന്നായിട്ടുണ്ടാവും, പിന്നീട്ടാക്കിയാലും നന്നായി ഉണ്ടാവും. എന്നിട്ട് ബാലൻസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഇതാണ്. കുറച്ചൊക്കെ പാളിപ്പോയെന്ന് തോന്നണു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാട്ടെ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. പക്ഷേ അടിയിൽ ആ ഒരു ഫോം ഷീറ്റ് വരെ ഫെൽറ്റ് ഷീറ്റ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായില്ലോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. നമുക്ക് 2K ആവാൻ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ട് ഇരിക്കുക. ഈ ഒരു മോഡൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല നീറ്റായിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലിയോ മാസമോ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇഷ്ടമായില്ല എന്നൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.